അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ അന്വേഷണത്തിന് വേണ്ടി എത്തുമ്പോൾ അവരുടെ വണ്ടി തല്ലിപ്പൊട്ടിക്കുക, അവരെ കയ്യാങ്കളി ചെയ്യുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവിക പ്രതികരണമാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും അവിടെ തടിച്ചുകൂടിയ പിണറായിലാണെങ്കിലും അതുപോലെ റിയാസിൻ്റെ വീടിന് മുമ്പിലാണെങ്കിലും തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലാണെങ്കിലും തടിച്ചുകൂടിയ ആളുകളിൽ നമുക്കറിയാം, ഇപ്പം പിണറായിൽ 1,00,000 പേരെ സംഘടിപ്പിക്കാൻ നല്ല സഖാക്കൾ വന്നാൽ 1,00,000 പേരെ സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു നാടാണ് പിണറായി. അവിടെ വന്നുകൂടിയ ആൾ 1000 താഴെയാണ്. ഇവിടെ ബേക്കർ ജംഗ്ഷനിൽ നിങ്ങൾക്കറിയാം, എന്ത് കാണിച്ചാലും തിരുവനന്തപുരം സിറ്റിയിൽ സഖാക്കന്മാർ, പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കന്മാർ അവിടെ ഓടിയെത്തിയെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിടത്ത് എത്ര പേരുണ്ടായിരുന്നു? ആ വണ്ടിക്ക് ചുറ്റുമുള്ള ബഹളത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ലായിരുന്നു. പോലീസിന് AR ക്യാമ്പിൻ്റെ, അതും കൂടെ പറയാതിരിക്കാൻ കഴിയില്ല, നന്ദാവനം AR ക്യാമ്പിൻ്റെ 300 മീറ്റർ പരിസരത്താണ് പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വീടുള്ളത്. അതിന് മുമ്പിൽ വെച്ചാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് പോലീസുകാർ സ്ഥിരമായി ക്യാമ്പ് ചെയ്യുന്ന ഒരു ക്യാമ്പിൽ നിന്നും ഇത്തരത്തിൽ 8 മണിക്കൂറിന് ശേഷം പ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു മോബ് നിൽക്കുന്ന സമയത്ത് അവരുടെ ഇടയിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കടത്തിവിടാൻ കഴിയാത്തത് പോലീസിൻ്റെ തികഞ്ഞ വീഴ്ചയാണ്. പോലീസും CPM അല്ലെങ്കിൽ പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.